ഡിഷസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി കോവയ്ക്ക വെച്ചിട്ട് ഒരു തോരനാണ്. അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയില്ല. ഇതിൽ തീരെ എണ്ണയോ വെളിച്ചെണ്ണയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കാരണം നമ്മൾ എന്ത് കറികളൊക്കെ കഴിക്കുമ്പോഴും നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കുക. ഞാനിത് എണ്ണയൊന്നും ഇല്ലാതെ ഒരു ഹെൽത്തി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഡയബറ്റീസുകാർക്കായാലും ഹാർട്ടിൻ്റെ അസുഖമുള്ളവർക്കായാലും കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിലും സാധാരണ ഡോക്ടർമാർ പറയാം എണ്ണ കുറയ്ക്കാൻ പറയും. അപ്പോൾ വെജിറ്റബിളൊക്കെ നമ്മൾ അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നമുക്കതൊരു കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കഴിക്കാൻ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു പ്രത്യേക രീതിയിലാണ് ഇന്നത്തെ കോവയ്ക്ക ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ കോവയ്ക്കൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാൻ പോവാണ്. നമുക്കത് നടുവ് കീറാതെ തന്നെ ഇങ്ങനെ അരിയാം. ഞാനിത് നടുവൊന്ന് കീറിയിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആ കോവക്കായ മുഴുവൻ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല പകുതിയാക്കി ആക്കിയിട്ടാണ് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിനി അതിലേക്ക് വേണ്ടുന്നത് 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഫ്രഷ് നാളികേരം ചിരകിയത്, പിന്നെ ഒരു 3 സവാള അരിഞ്ഞത്. ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഞാനിതിൽ തീരെ വെളിച്ചെണ്ണ എണ്ണ ഒന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ നമുക്കിത് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു കറി പോലെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്, പ്രത്യേകിച്ച് ഡയബറ്റീസ് രോഗികൾക്ക്. അപ്പോൾ നമുക്കിത് ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന പാന് വെച്ചിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച കോവക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുന്നു. പിന്നെ നമ്മൾ ഈ സവാള ഇടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കാൻ പോവാണ്. ഇത് നന്നായിട്ട് നമ്മൾ തിരുമ്പി പിടിപ്പിച്ചിട്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അത് എന്നിട്ട് നന്നായിട്ട് നമ്മളത് തിരുമ്പി നന്നായിട്ട് യോജിപ്പിക്കും. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കണം. അങ്ങനെ നാളികേരം ഇടുന്നില്ല, കുറച്ചിട്ട് കൊടുക്കണം. നമ്മളെടുത്ത് വെച്ച വേപ്പിലയും കൂടി അതിലേക്ക് ഇട്ടിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്കിനി ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച കോവക്കായ നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് മൂടി വെക്കേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഇനി നമുക്കത് മൂടി വയ്ക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളെ കോവക്കായ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അതൊന്ന് ഇളക്കി നോക്കാം. ഒന്നും കൂടി വേവാനുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടി നേരം മൂടി വെച്ച് നന്നായി വേവിക്കാം. അപ്പം നമ്മൾ വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ കോവക്കായ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ തീരെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഈ സവോളയും ഇട്ട നാളികേരം അതെല്ലാം കൂടി ആകുമ്പോൾ നമുക്കതിൻ്റെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാം. നമ്മൾ ഏത് അസുഖത്തിനും ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടർമാർ പറയും എണ്ണമയം കുറയ്ക്കുക, വെളിച്ചെണ്ണ കഴിക്കരുത്, പിന്നെ ഓയിലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒഴിവാക്കണമൊക്കെ, പ്രത്യേകിച്ച് ഡയബറ്റീസ് ഹാർട്ടിന് അസുഖമുള്ളവരൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ കോവക്കായ നല്ല അയൺ റിച്ച് ആയിട്ടുള്ളൊരു
വെജിറ്റബിളാണ്. എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാം. അത് ഓയിൽ തീരെ ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് നമുക്കിത് ഡയബറ്റീസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മളുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കോവക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ വെളിച്ചെണ്ണ ഇല്ലാതെ എല്ലാവരും ഇതൊന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. ഓയിൽ തീരെ ചേർക്കാത്ത കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.